വീഡിയോ റെക്കോർഡിംഗ് ആട്ടോ. സൗണ്ട് ഉണ്ടാക്കരുതേ. നമ്മളെ ടോപ്പ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ചൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഡ്രൈവിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു UAE-ൽ. ദുബായിലാണ് ഞാൻ എടുക്കുന്ന ഡ്രൈവിങ്. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കോ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് എൻ്റെ തിയറി എക്സാമിൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. തിയറി എക്സാം വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു എക്സാം ആണെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. റോഡൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടെസ്റ്റാണ് തിയറി ടെസ്റ്റ് എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ പ്രതീക്ഷ അതേപോലെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരു മൊഡ്യൂൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൊഡ്യൂൾ കിട്ടും. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന 8 സിലബസ് ആയിരുന്നു. അതിൽ 8 മൊഡ്യൂളുകൾ ഉണ്ടായിരുന്നു ഓരോ സിലബസിൽ. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ടെസ്റ്റിന് അപ്ലൈ പോലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ആ മൊഡ്യൂളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 3-4 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ മൊത്തം മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത് കഴിയാൻ വേണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അത് കൂടാണ്ട് ഫുൾ സിലബസ് കഴിയുമ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് വരുന്നത് 90 മാർക്സിലാണ്. ഇത് ഓരോ സ്കൂളിനും ഓരോ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം വേറെ ഏതെങ്കിലും, അതായത് ഞാൻ ചൂസ് ചെയ്തത് എക്കോ ഡ്രൈവിംഗ് സ്കൂളാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം ദുബായ് ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ പല പല ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടല്ലോ. അതിൽ ഏതാണെന്ന് വെച്ചാൽ അവരുടെ സിലബസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളെ മെയിൻ ടെസ്റ്റ് ഉണ്ടാവുക. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ദുബായിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ചും കൂടി റോഡുകളിൽ ഈ സിമ്പിൾസൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. നാട്ടിൽ നമുക്ക് അത്ര വലിയ സിമ്പിൾസ് ഒന്നും അത്ര ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. പക്ഷേ ഇവിടെ അത് ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ അത് പഠിക്കാൻ തന്നെ എടുത്ത് എനിക്ക് കുറേ ദിവസം. കാരണം നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. കുറേ അധികം പഠിക്കാനുണ്ടാവും കേട്ടോ അതിൽ. അങ്ങനെ എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് പ്രാവശ്യം ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം, പാസ്സാവോ ഇല്ലേ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതാൻ വേണ്ടി പോയത്. എനിക്ക് അത്യാവശ്യം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഒരുപാടുണ്ടായിരുന്നു. അപ്പം ജയിക്കുമോ തോക്കുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എക്സാം ശരിക്കും ഓരോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് എക്കോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. അത് വന്നിട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിക്കപ്പും ഡ്രോപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഡിസ്കവറി ഗാർഡൻസിൽ തന്നെ ഉള്ള അവരുടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തത്. സോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവർ പിക്കപ്പ് ചെയ്യും. അവരുടെ ഒരു ബസ് പോകുന്നുണ്ടാവും. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. എനിക്ക് തോന്നുന്നു ആ ബസ് ഒരു ഏകദേശം ഒരു 32 പേരൊക്കെ ഉണ്ടാവും ആ ബസ്സിൽ. അത്രയും പേരുണ്ടായിരുന്നു തിയറി എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മാത്രം പഠിക്കാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോഴേ എനിക്ക് കുറച്ച് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം എല്ലാവരും എൻ്റെ ചുറ്റിലെല്ലാവരും പഠിക്കായിരുന്നു കേട്ടോ അവരുടെ മൊഡ്യൂൾ നോക്കിയിട്ട്. അങ്ങനെ അവിടെ എത്തി ഫസ്റ്റത്തെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ എക്കോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തന്നെ ഒരു മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് കയറ്റും. അങ്ങനെ മോക്ക് ടെസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ ഫോണിൽ ചെയ്ത പോലെ തന്നെയുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു. 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 85 നമ്മൾ കറക്റ്റ് ആക്കണം. 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഒരു 10 വീഡിയോസ് അവർ പ്ലേ ചെയ്യും. ആ വീഡിയോസിൽ നമ്മൾ കറക്റ്റ് എന്താണ് അവിടെ നടക്കുന്ന ഹസാർഡ് അത് നോക്കി നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 85 നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് RTNൻ്റെ ടെസ്റ്റിന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 75 ആയിരുന്നു കേട്ടോ. എനിക്ക് ആ വീഡിയോ ഹസാർഡ്സ് മൊത്തം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 8 ക്വസ്റ്റ്യനോളം തെറ്റി. 10ൽ ആകെ 2 കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് പാസ് മാർക്കല്ല, ഒന്നും കൂടി അതായത് ഒന്നും കൂടി പഠിച്ചിട്ട് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ എനിക്ക് വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് തന്നു. എന്നിട്ട് പഠിക്കാൻ പറഞ്ഞു. കുറച്ച് ഒരു 10-15 മിനിറ്റ് ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പം നേരെ പറഞ്ഞു രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഭാഗ്യത്തിന് 85 കിട്ടി രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിന്. അതുകൊണ്ട് ഞാൻ പാസ്സായി. എന്നിട്ട് നമ്മൾ RTNൻ്റെ ടെസ്റ്റിന് പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ RTNൻ്റെ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്യാബിൻ പോലെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം അവിടെ നമുക്ക് പറയും ഈ തേർഡ് സീറ്റ് നമ്പറിൽ പോയിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ സീറ്റ് നമ്പറിൽ പോയിരിക്കുക.
സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് വരിക. നമ്മളതെല്ലാം വായിച്ച് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് ഹെഡ്ഫോൺസ് ഉണ്ടാവും. കേട്ടിട്ട് മനസ്സിലാക്കേണ്ടവർക്ക് അങ്ങനെ ഹെഡ്ഫോൺസ് വെച്ചിട്ട് വേണമെങ്കിൽ കേട്ടിട്ട് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ വായിച്ചിട്ട് നമുക്ക് നോർമലി ആൻസർ ചെയ്യുന്ന പോലെ തന്നെ ആൻസർ ചെയ്താൽ മതി. 3 ഓപ്ഷൻസ് ഉണ്ടാവുക. ടോട്ടൽ വരുന്ന ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് ഉണ്ടാവും. കുറച്ച് കൺഫ്യൂസിങ് ആണോ ചോദിച്ചാൽ എനിക്കൊരു 5-6 ക്വസ്റ്റ്യൻ എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ പഠിച്ച മൊഡ്യൂളിലോ ഞാൻ യൂട്യൂബിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോ പിന്നെ RTൻ്റെ തന്നെ ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലും ഇതേപോലെ തന്നെ കുറേ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലോ ഒന്നും കാണാത്ത ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഞാൻ എവിടെയും കാണാത്ത, എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് വെറുതെ നമ്മൾ കറക്കി കുത്തുന്ന പോലെ കറക്കി കുത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഏകദേശം നമുക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റിലൊക്കെ ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ വീഡിയോ ഹസാർഡ്സ് ഒക്കെ സെയിം ആയിരുന്നു കേട്ടോ. നമുക്ക് എന്താണോ മോക്ക് ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സെയിം ഹസാർഡ്സ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യണമെങ്കിൽ റിവ്യൂ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. ടൈമർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കറക്റ്റ് ടൈം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഷട്ട് ഡൗൺ ആയി പോകും. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മാർക്ക് അറിയാൻ പറ്റില്ല. നമ്മളങ്ങനെ സിസ്റ്റമൊക്കെ നമ്മൾ എൻഡ് കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നാണ് അവരൊരു പേപ്പർ പ്രിൻ്റ് ഔട്ട് തരാണ് ചെയ്യുക. ആ പേപ്പറിലാണ് നമ്മൾക്ക് എത്ര സ്കോർ കിട്ടി, എത്ര എണ്ണമാണ് കറക്റ്റ് ആയതെന്നൊക്കെ കാണാൻ വേണ്ടി പറ്റുക. അങ്ങനെ ഞാൻ പുറത്ത് പോയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഏകദേശം എനിക്ക് ചാൻസ് കുറവാണ് പാസ്സാകാൻ. കാരണം ഞാൻ പറഞ്ഞ പോലെ 7 ക്വസ്റ്റ്യൻ എനിക്ക് എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ 40 ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻ റൈറ്റ് ആയാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം എനിക്ക് അടുത്ത അറ്റംപ്റ്റ് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് 34 മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 34 റൈറ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു 40 ക്വസ്റ്റ്യനിൽ. അങ്ങനെ അത് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിയറി ടെസ്റ്റിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും കഴിഞ്ഞ് നമുക്ക് ആ പേപ്പർ കിട്ടും. അതേപോലെ തന്നെ നമുക്കൊരു മെസ്സേജും കൂടി വരും കേട്ടോ. ഇതാണ് നിങ്ങൾ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജും കൂടി വരും. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പാക്കേജ് റെഗുലർ പാക്കേജാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റോഡ് പ്രാക്ടീസസ് ഒക്കെ തുടങ്ങി. എനിക്ക് 6 hours റോഡ് പ്രാക്ടീസ് ഉള്ളത്. പിന്നെ 2 hours എൻ്റെ പാർക്കിംഗ് പ്രാക്ടീസ് ആണുള്ളത്. അങ്ങനെ ടോട്ടലി വരുന്നത് ഏകദേശം 10 hours ആണ്. കാരണം ഞാൻ ഇന്ത്യൻ ലൈസൻസ് ഹോൾഡർ ആയതുകൊണ്ട്. ഹോം കൺട്രി ലൈസൻസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 20 hours എന്തോ ക്ലാസ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജേർണി. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം തിയറി ടെസ്റ്റ് കഴിഞ്ഞു. ഇനി എൻ്റെ പ്രാക്ടീസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. അതെന്തായാലും എനിക്ക് തോന്നുന്നു 2 അറ്റംപ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കില്ല് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ തിയറി ടെസ്റ്റിന് പോകുമ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ബൈ.